ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च यकृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानो सुदे देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरव। हरे कृष्ण 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 हरे 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 राम 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 हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 7-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം മുതൽ. അപര്യേയം വിദസ്ത്വന്യം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാരയത്തെ ധാര്യത്തെ ജഗത്. അപര്യേയം വിദസ്ത്വന്യം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപേരേയം ഇതസ്ത്വ അന്യം പ്രകൃതിം വിധി മേ പരം ജീവഭൂതം മഹാബാഹോ യേദം ധ്യായതേ ജഗത് ധാരയതേ ജഗത്. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാ മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഹരേ കൃഷ്ണ. വിനോദിനി മാതാജി. മാതാജി വായിക്കുന്നു. അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരം ജീവഭൂതാ മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഹരേ കൃഷ്ണ. ഓക്കെ, വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാ മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഹരേ കൃഷ്ണ പ്രഭു. രജനി മാതാജി. ഹരേ കൃഷ്ണ ജി. ശ്ലോകം ഒന്ന് പറയൂ. എന്താ? 5-ാമത്തെ 7-5. അടുത്ത് വായിക്കാം പ്രഭു. ആരെങ്കിലും വേറെ വായിച്ചിട്ട്. ഓക്കെ. സിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കാം. 7-5 അതെ. ഹരേ കൃഷ്ണ. അപരേയമിതസ്തന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ജി പ്രണാം. വായിച്ചോ. ഹരേ അപരേയമിതസ്ത്വന്യം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഹരേ കൃഷ്ണ. എന്റെ അഭിവർത്തനം കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഇവയ്ക്ക് പുറമെ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു അത്യുത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം
ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ്. ഹരേ Very good. കൃഷ്ണ. Besides this, O mighty armed Arjuna, there is another superior energy of mind, which comprises the living entities who are exploiting the resources of this material world. ഇതിന്റെ മുമ്പ് എന്താണ് പറയുന്നത്? നാലാമത്തേല് നോക്കാം. Okay. എന്താണ് പറയുന്നത്? ഭൂമിരാപ്പോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാര ഇത് എമ്മെ ഭിന്ന പ്രകൃതി. 8 സെപ്പറേറ്റ് ആയിട്ടുള്ള എനർജിയെ പറ്റിയിട്ടാണ് ആദ്യം ഭഗവാൻ പറഞ്ഞത്. അതില് എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ, മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ഈഗോ. ഇതാണ് ഭൂമിരാപ്പോ അനലോ വായു ഖം മന ബുദ്ധി അഹങ്കാരം. ഇങ്ങനെ 8 വ്യത്യസ്തമായിട്ടുള്ള ഭിന്ന പ്രകൃതികളുണ്ട്. അതിനു പുറമെ എന്താണ് ജീവാത്മാക്കൾ. ജീവാത്മാക്കളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവരെ എക്സ്പ്ലോയിറ്റിംഗ് ദ മെറ്റീരിയൽ എനർജി. Besides this, O mighty armed Arjuna, there is another superior energy of mind. മറ്റേതെന്താ? superior അല്ല, അത് inferior ആണ്. Which comprises the living entities. അപ്പോൾ അവരെല്ലാം ബഹിരാംഗ ശക്തിയിലെ ആണ് മെറ്റീരിയൽ നേച്ചർ വരുന്നെങ്കിൽ തടാസ്ഥ ശക്തിയിലാണ് ലിവിങ് എൻറ്റിറ്റീസ് വരുന്നത്. അപ്പൊ എന്താണ് അവർ ചെയ്യുന്നത്? എക്സ്പ്ലോയിറ്റിംഗ് ദ റിസോഴ്സസ് ഓഫ് ദിസ് മെറ്റീരിയൽ ഇൻഫീരിയർ നേച്ചർ. ഏതാണ് ഇൻഫീരിയർ നേച്ചർ? നേരത്തെ പറഞ്ഞു, ഭൂമിരാപ്പോ അനലോ വായു ഖം. ഇതാണ് പ്രധാനപ്പെട്ട മെറ്റീരിയൽ നേച്ചർ. മെറ്റീരിയൽ നേച്ചർ comprises of the 8 different energies. അതാണ് ഭൂമിരാപ്പോ അനലോ വായു ഖം മന ബുദ്ധി ആൻഡ് അഹങ്കാരം. അപ്പൊ അതിനെ ഈ ജീവാത്മാക്കൾ എന്ത് ചെയ്യുന്നു? അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. എക്സ്പ്ലോയിറ്റിംഗ് ദ റിസോഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട്, സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഭഗവാന്റെ തന്നെ എനർജിയാണ്. മെറ്റീരിയൽ നേച്ചറും ഭഗവാന്റെ എനർജിയാണ്. അത് ഇൻഫീരിയർ ആണ്. ജീവാത്മാക്കള് സുപ്പീരിയർ നേച്ചറാണ്. ഈ സുപ്പീരിയർ നേച്ചർ ആയിട്ടുള്ള ജീവാത്മാക്കള് ഭഗവാന്റെ ഇൻഫീരിയർ നേച്ചർ ആയിട്ടുള്ള ആ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവനവന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഈ പഞ്ചഭൂതങ്ങളാൽ ആവരണപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ സട്ടിൽ ബോഡി കൊണ്ട് ആവരണം ചെയ്ത് കിടക്കുന്നു. എങ്കിലും കൂടിയിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് സ്പിരിച്വൽ ആണ്. അത് സുപ്പീരിയർ നേച്ചറാണ്. ആ ആത്മാവ് തൻ്റെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ നേച്ചറിനെ ചൂഷണം ചെയ്യുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. So here it is clearly mentioned that living entities belong to the superior nature or energy of the Supreme Lord. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഏതിലാണ്? 15ാമത്തെ അധ്യായത്തിൽ മമ വാംസോ ജീവലോകെ ജീവഭൂതാസ. എൻ്റെ അംശമാണ്. അത് ഡയറക്റ്റ് ആണ്. സ്വാംശം, വിഭിന്നാംശം 2 തരത്തിലുണ്ട്. സ്വാംശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിഷ്ണു തത്വങ്ങളെല്ലാം സ്വാംശം. ഡയറക്റ്റ് എക്സ്പാൻഷൻ, പോർഷൻ ഓഫ് ദ പ്ലാനറ്ററി പോർഷൻ, ഇതെല്ലാം സ്വാംശമാണ്. നമ്മളും അംശമാണ്, പക്ഷെ വിഭിന്ന അംശം മാത്രം. സുപ്പീരിയർ എനർജിയിലെ വിഭിന്നാംശം. മറ്റത് പ്രകൃതി ഇൻഫീരിയർ എനർജിയിലെ വിഭിന്നാംശം. വ്യത്യാസം മനസ്സിലായോ? നമ്മളും വിഭിന്നാംശമാണ്, സ്വാംശമല്ല. സ്പിരിച്വൽ നേച്ചറിലെ സുപ്പീരിയർ എനർജിയിലെ വിഭിന്നാംശം. മറ്റ് പ്രകൃതി ഇൻഫീരിയർ എനർജിയിലെ വിഭിന്നാംശം. അപ്പൊ ഇവിടെ പറയുന്ന here it is clearly mentioned the living entities, ജീവാത്മാക്കൾ, belong to the superior nature or energy of the Supreme Lord. The inferior energies matter manifested in different elements, namely earth, water, fire, air, ether, mind, intelligence and falsehood. അഷ്ടത നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ. അപ്പോൾ മെറ്റീരിയൽ നേച്ചർ ഇൻഫീരിയർ നേച്ചറാണ്. അതിൽ 8 എലിമെന്റ്സ് ആണുള്ളത്. സുപ്പീരിയർ നേച്ചർ എന്താണ്? ഭഗവാന്റെ 2 കാറ്റഗറിയാണ്, സ്വാംശം പിന്നെ വിഭിന്നാംശം. അതാണ് മമൈ വാംശു ജീവലോകെ ജീവഭൂത സനാതനം. സുപ്പീരിയർ നേച്ചറിലെ സെപ്പറേറ്റഡ് എനർജിയാണ് നമ്മൾ. മെറ്റീരിയൽ ഇൻഫീരിയർ നേച്ചറിലെ സെപ്പറേറ്റ് എനർജി എന്താണ്? ഈ 8 എലിമെന്റ്സ് ആണ്. ബോത്ത് ഫോംസ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, നെയിംലി ഗ്രോസ്, earth, etc., and subtle mind, etc., are products of the inferior energy. അപ്പോൾ ഇൻഫീരിയർ എനർജിയിൽ മനസ്സിലായില്ല എന്തൊക്കെ വരുന്നതാണ്? 8 എണ്ണം. സുപ്പീരിയർ എനർജിയിലെ 2 ഡിവിഷൻ, സ്വാംശ, വിഭിന്നാംശ. സ്വാംശ ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻസ്,
പോർഷൻസ്, പ്ലനറി പോർഷൻസ്, അതിന്റെ പോർഷൻസ്, പിന്നെ വിഭിന്ന അംശത്തില് ജീവാത്മാവ്. അത് തഥാസ്ഥ ശക്തിയില്, അതായത് ഇന്റേണലും അല്ല എക്സ്റ്റേണലും അല്ല, മിഡിൽ, മാർജിനൽ. So the living entities who are exploiting these inferior energies for different purposes are the superior energy of the Supreme Lord, and it is due to this energy that the entire material world functions. അപ്പോൾ ഈ മെറ്റീരിയൽ വേൾഡ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ സുപ്പീരിയർ എനർജി ഇല്ലാണ്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. വെറും ഇൻഫീരിയർ എനർജി ആണെങ്കിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, ഡള്ളാണ്, അല്ല കോൺഷ്യസ് അല്ല. So living entities who are exploiting these inferior energies for different purposes are superior energy of Supreme Lord, and it is due to this energy that the entire material world functions. The cosmic manifestation has no power to act unless it is moved by the superior energy, the living entity. അപ്പോൾ ഇത് കോസ്മിക് മെറ്റീരിയൽ നേച്ചറിനെ ഓൺ ഇറ്റ്സ് ഓൺ ഒറ്റയ്ക്ക് അത് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആ മൂവ്മെന്റ്, ഫങ്ഷനിങ് പവർ എല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സുപ്പീരിയർ എനർജിയെ ആശ്രയിക്കുന്നു. ആ സുപ്പീരിയർ എനർജി രണ്ട് തരത്തിലാണ്, ഒന്ന് ജീവാത്മാക്കളായിട്ടും പിന്നെ ഭഗവാന്റെ എക്സ്പാൻഷൻ, ഭഗവാനും അല്ലെങ്കിൽ ഭഗവാന്റെ എക്സ്പാൻഷൻസ് ആയിട്ട്. Energies are always controlled by the energetic, and therefore the living entities are always controlled by the. ഈ രണ്ട് തത്വങ്ങളാണ് എനർജി, എനർജറ്റിക്, പൊട്ടന്റ്, പൊട്ടൻസി, ശക്തി, ശക്തിമാൻ. ശക്തി ശക്തിമാനില്ലാതെ ഉണ്ടാവില്ല, ശക്തിമാൻ ഉണ്ടെങ്കിൽ ശക്തി ഉണ്ടാവും. സോ അത് ഇന്റർഡിപെൻഡൻ്റാണ്. ശക്തിമാനുണ്ട് പക്ഷെ ശക്തി ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. ശക്തിയുണ്ട് ശക്തിമാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനും അർത്ഥമില്ല. ശക്തിമാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തി ഉണ്ടായിരിക്കണം, ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നില് ഒരു ശക്തിമാൻ ഉണ്ടായിരിക്കും. ക്രിയേഷൻ, ചില ആൾക്കാർ പറയും, ചില തത്വ സിദ്ധാന്തം പറയുന്നത് ദർ ഇസ് ഓൺലി ക്രിയേഷൻ, ദർ ഇസ് നോ ക്രിയേറ്റർ. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ബിഹൈൻഡ് എവറി ക്രിയേഷൻ ദർ ഇസ് എ ക്രിയേറ്റർ. നമുക്ക് ചിലപ്പോൾ അത് ഗ്രോസ് ആയിട്ട് കാണാൻ പറ്റും, ചിലപ്പോൾ അത് കാണാൻ പറ്റില്ല. ബിഹൈൻഡ് എവറി ക്രിയേഷൻ ദർ ഇസ് എ ക്രിയേറ്റർ. ഒരു ബിൽഡിംഗ് ഉണ്ട്, തന്നെ പൊട്ടിമുളക്കില്ല, അതിന്റെ പിന്നാലെ ഒരു ആർക്കിടെക്ട് ഉണ്ടായിരിക്കും, എഞ്ചിനീയർ ഉണ്ടായിരിക്കും, അല്ലേ? സോ ദർ ഇസ് എ ക്രിയേറ്റർ. എവറി ക്രിയേഷൻ ദർ ഇസ് എ ക്രിയേറ്റർ. ചില സിദ്ധാന്തം പഠിക്കുന്നത് ഓൺലി ക്രിയേഷൻ, ദർ ഇസ് നോ ക്രിയേറ്റർ. നമ്മൾ പറഞ്ഞ ഈ വീട് ഇതാരുണ്ടാക്കി, നല്ലൊരു ബ്യൂട്ടിഫുൾ വീട് കണ്ടാൽ ഇത് ആരുണ്ടാക്കി? കാരണം വി നോ ദാറ്റ് ബിഹൈൻഡ് ദാറ്റ് ഗുഡ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ദർ ഇസ് എ ക്രിയേറ്റർ, ഗുഡ് ആർക്കിടെക്ട്, ഗുഡ് എഞ്ചിനീയർ. ഒരു ടി വി കണ്ടു, ഓക്കെ, ഇത് ആരുണ്ടാക്കി, ഏത് കമ്പനി ഉണ്ടാക്കി ചോദിക്കില്ലേ? സോ ദർ ഇസ് എ ക്രിയേറ്റർ. നല്ലൊരു പിക്ചർ കണ്ടു, ഇത് ആര് പറഞ്ഞു ഉടനെ ചോദിക്കും. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ആ ക്രിയേഷൻ തന്നെ വരില്ല, ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ സംബഡി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദെർഫോർ ദ ലിവിംഗ് എൻറ്റിറ്റീസ് ആർ ഓൾവേസ് കൺട്രോൾഡ് ബൈ ദ ലോർഡ്. ദേ ഹാവ് നോ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. സ്വതന്ത്രമായിട്ടുള്ള ഒരു അസ്തിത്വം ആർക്കുമില്ല. ഭഗവാൻ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഭഗവാൻ കൺട്രോൾ ചെയ്യുന്നു, ക്രിയേറ്റർ കൺട്രോൾ ചെയ്യുന്നു. ദേ ആർ നെവർ ഈക്വലി പവർഫുൾ. ആ ക്രിയേഷൻ ക്രിയേറ്റർക്ക് തുല്യമല്ല. ക്രിയേഷൻ ക്രിയേറ്റർക്ക് തുല്യമല്ല. ക്രിയേറ്ററുടെ എനർജിയാണ് ക്രിയേഷനിൽ അവിടെ പ്രതിഫലിക്കുന്നത്. ദേ ആർ നെവർ ഈക്വലി പവർഫുൾ ആസ് അൺഇന്റലിജന്റ് മെൻ തിങ്ക്. The distinction between the living entities and the Lord is described in Srimad Bhagavatam 10.87.30. ഒരു വ്യക്തി, ഒരു ആർട്ടിസ്റ്റ് നല്ലൊരു ചിത്രം വരച്ചു ക്യാൻവാസിൽ, സോ ദാറ്റ്സ് എ ക്രിയേഷൻ. അദ്ദേഹം വേറൊരു ക്യാൻവാസിൽ വേറൊരു ചിത്രം വരയ്ക്കും, ദാറ്റ് ഈസ് ഹിസ് ക്രിയേഷൻ. ഈ ക്രിയേഷന് വേറൊരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു ചിത്രം വരച്ചു, ആ ചിത്രം വേറൊരു ചിത്രം വരയ്ക്കാൻ പറ്റുമോ? നോ. കാരണം ദാറ്റ് ഈസ് ദ എനർജി, ഇറ്റ്സ് നോട്ട് ദ എനർജറ്റിക്. ദ ഓൺലി എനർജറ്റിക് ക്യാൻ ഡു ദാറ്റ്. ഒരു ചിത്രം വരച്ചു, ആ ചിത്രം പറയാം ഞാൻ വേറൊരു ചിത്രം വരയ്ക്കും, പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി എനർജി, ഇറ്റ്സ് നോട്ട് എനർജറ്റിക്. കോൺഷ്യസ് അല്ല. സോ കോൺഷ്യസ് ബീയിങ് ക്യാൻ ക്രിയേറ്റ് അനദർ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഭാഗവതത്തിൽ പറയുന്നത്?
अपरिमिता ध्रुवस्तनु भृतो यदि सर्वगतास् तर्हि न सश्येतेति नियमो ध्रुव नेतरथा अजनिचयन्मयां तद् अविमुच्य नियन्त्रिर्भवेत् समम् अनुजानतां अमतं मत दुष्टतया. O Supreme Eternal, if the embodied living entities were eternal and all-pervading like you, then they would not be under your control. എന്താണ് ഭാഗവതം പറയുന്നത്? അതായത് എംബോഡിഡ് ലിവിങ് എൻറ്റിറ്റീസ്, നമ്മളെല്ലാം എംബോഡിഡ് ലിവിങ് എൻറ്റിറ്റീസ് ആണ്. ദേഹത്തിനെ ധരിച്ച ആൾക്കാരാണ്. ദേഹി ദേഹം അല്ലെ, ദേഹി എറ്റേണൽ ആണ്, ദേഹം ടെമ്പററി ആണ്. ദേഹത്തിനെ ധരിച്ച ആൾക്കാരെ ദേഹധാരികളെ എന്ന് പറയുന്നു എംബോഡിഡ് ലിവിങ്. അവർ എറ്റേണൽ ആയിരുന്നുവെങ്കിൽ, അതായത് ഭഗവാനെ പോലെ, ഭഗവാന്റെ ദേഹവും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭഗവാനെ സംബന്ധിച്ചോളം എല്ലാം സ്പിരിച്വൽ ആണ്. ദേഹം ദേഹി എന്നുള്ള വ്യത്യാസമില്ല. നമുക്ക് ദേഹം ദേഹി എന്നുള്ള വ്യത്യാസമില്ല. ദേഹം ടെമ്പററി ആണ്, ദേഹി പെർമനന്റ് ആണ്. അപ്പോൾ അതേപോലെ ഭഗവാനെ പോലെ തന്നെ നമ്മുടെ ദേഹം എറ്റേണൽ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ ഭഗവാന്റെ കൺട്രോളിൽ വരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. They would not be under your control. But if the living entities are accepted as minute energies of your lordship, then they are at once subject to your supreme control. നമ്മൾ accept ചെയ്യാണ്, നമ്മൾ മൈന്യൂട്ട് എനർജീസ് ആണ്. അവർ തീർച്ചയായിട്ടും നമ്മൾ ആ സുപ്രീം എനർജിയുടെ കൺട്രോളിലെ അധീനത്തിൽ വരും. Therefore, real liberation entails surrender by the living entities to your control, and that surrender will make them happy. ശരിക്കുള്ള ആ ഒരു സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള ആ ജീവാത്മാക്കളെ സുപ്രീം ആയിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കുക. അപ്പോഴേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. In that constitutional position only can they be controllers. Therefore, men with limited knowledge who advocate the monistic theory that God and the living entities are equal in all respects are actually guided by a faulty and polluted opinion. So, ഒരു തെറ്റായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഭഗവാനും ഭഗവാന്റെ അധീനത്തിലുള്ള ജീവാത്മാക്കളും ഒന്നാണ്, ഈക്വൽ ആണ്, സമമാണ് എന്ന് ധരിക്കുന്നത് ഒരു ഫോൾട്ടി ആൻഡ് പൊല്യൂട്ടഡ് ഒപ്പീനിയൻ. നമുക്ക് ജസ്റ്റ് ഉദാഹരണത്തിനെടുക്കാം, ഹനുമാനും ശ്രീരാമചന്ദ്ര ഭഗവാൻ. ഏതെങ്കിലും കാലത്ത് ഹനുമാൻ വിചാരിക്കും ഞാൻ ശ്രീരാമചന്ദ്ര ഭഗവാനാവുന്നു? ഒരിക്കലോ ഞാൻ വളർന്ന് ഒരിക്കലും ഞാൻ ഭഗവാനാവും. എപ്പോഴും ഹനുമാൻ എന്താണ്, ഞാൻ എപ്പോഴും ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ആ പൊസിഷനിൽ അപ്പുറത്തേക്ക് പോവില്ല അല്ലേ? അങ്ങനെ എല്ലാവരും ഭഗവാന്റെ ദാസന്മാരാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ദാസന്മാര് ഭഗവാനാവുക? അപ്പൊ ഈ സിദ്ധാന്തം തികച്ചും തെറ്റാണ്. കാരണം ഗോഡ്, സുപ്രീം ലോർഡ് ആൻഡ് ദ ലിവിങ് എൻറ്റിറ്റീസ് ഈക്വൽ ആണെങ്കിൽ ഹനുമാൻ തീർച്ചയായിട്ടും ഒരു കാലത്ത് സെൽഫ് റിയലൈസേഷൻ വരുമ്പോൾ രാമചന്ദ്ര ഭഗവാനാവും. അപ്പൊ അവിടെ ഭഗവാനും ദാസനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ. അപ്പൊ അതുകൊണ്ട് ആ സിദ്ധാന്തം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മോണിസ്റ്റിക് തിയറി ആണ്. എല്ലാം ഒന്നാണ്. തത്വമസി, എന്താണത്? ഐ ആം ദാറ്റ്, തത്വമസി അല്ലേ? സർവം കൽവിതം ബ്രഹ്മൻ, എല്ലാം ബ്രഹ്മൻ, ഒരു വ്യത്യാസമില്ല. അഹം ബ്രഹ്മാസ്മി. ഇത് അവരുടെ ആ ഒരു ഡെഫിനേഷൻ പ്രകാരം നമുക്കും ആ ഡെഫിനേഷൻ ഉണ്ട്. നമ്മുടെ എന്താണ്? തത്വം അസി. നമ്മുടെ ആ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആകുന്നു. അഹം ബ്രഹ്മാസ്മി, നമ്മളും ആ ബ്രഹ്മാവിന്റെ അംശമാകുന്നു. ദാറ്റ് ഈസ് അവർ ഡെഫിനേഷൻ. പക്ഷെ ഇംപേഴ്സണലിസ്റ്റ് ഫിലോസഫി അവർ ഫോളോ ചെയ്യുന്ന തത്വമസി പറഞ്ഞാൽ ഐ ആം ദാറ്റ്, ഞാൻ അതാകുന്നു, ഞാൻ ഭഗവാനാകുന്നു, ഞാൻ നാരായണനാകുന്നു. അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ ബ്രഹ്മനാകുന്നു. അവിടെ വ്യത്യാസമില്ല. പക്ഷെ നമ്മളുടെ സിദ്ധാന്തം തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഇൻഫിനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റിസിമൽ, എ ഡ്രോപ്പ് ഓഫ് വാട്ടർ, എ ഓഷ്യൻ, ഈ വ്യത്യാസം നമ്മൾ കാണുന്നു.
അപ്പൊ അത് പ്രഭാത പ്രകാരം ഇറ്റ്സ് എ faulty and polluted opinion. Supreme Lord Krishna is the only controller and all living entities are controlled by him. These living entities are his superior energy because the quality of their existence is one and the same in the Supreme. എന്തുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ഇൻ ക്വാളിറ്റി പറയുന്നത്? ഭഗവാന്റെയും നമ്മളുടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ സച്ചിദാനന്ദ ഒന്നാണ്. ഇൻ ക്വാണ്ടിറ്റി വി ഡിഫർ, ബട്ട് ദേ ആർ നെവർ ഈക്വൽ ഇൻ ദ ലോഡ് ടു ദ ലോഡ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് പവർ. ഷഡ് ഐശ്വര്യങ്ങൾ ഭഗവാനുണ്ട് അല്ലേ? സമഗ്രസ്യ വീരസ്യ യശസ്സ ശ്രിയ ജ്ഞാന വൈരാഗ്യം, what is that? Yeah, ഷണ്ണൻ ഭഗ ഇതിങ്ങ അല്ലെ? സമഗ്രസ്യ വീരസ്യ what is that? യശസ്സ ശ്രിയ, right? Sorry, ഐശ്വര്യസ്യ സമഗ്രസ്യ യശസ്സ ശ്രിയ വീരസ്യ യശസ്സ ശ്രിയ ജ്ഞാന വൈരാഗ്യ ചൈവ ഷഡം ഇതി പഗ. Okay. What is that? Last line? ക്ഷണം ഭഗ ഇതി ഗണ. ഭഗ ഇതിങ്കണ. ഭഗ മീൻസ് ഓപ്പുലൻസ്. ഇതെല്ലാം 6 ഓപ്പുലൻസസും ഭഗവാനുണ്ട്. അതിന് അതേപോലെ ഭഗവാന് 100% ഉണ്ടെങ്കിൽ നമുക്കും അതേപോലെ 100% ഉണ്ടോ? ഈ ഐശ്വര്യങ്ങളില്ല. മൈന്യൂട്ട് ആയിട്ട് ഭഗവാനുണ്ട്. ഭഗവാൻ ഓൾ അട്രാക്റ്റീവ് ആണ്, നമ്മളും അട്രാക്റ്റീവ് ആണ് അല്ലെ? സൗന്ദര്യമുണ്ട് എല്ലാവർക്കും, പക്ഷെ വളരെ മൈന്യൂട്ട്. ഭഗവാന് ഫുൾ സ്ട്രെങ്ത് ഉണ്ട്, നമുക്കും സ്ട്രെങ്ത് ഉണ്ട്, വളരെ മൈന്യൂട്ടാണ്. ഭഗവാൻ ഫേമസ് ആണ്, നമ്മളും ഫേമസ് ആണ് അല്ലെ? എത്രയോ ഫേമസ് പേഴ്സണാലിറ്റി ഉണ്ട്. ഓക്കെ, അവര് 100 കൊല്ലം 200 കൊല്ലം 500 കൊല്ലം ഫേമസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ മൺമറഞ്ഞു, ആർക്കും ഓർമ്മയിടാവില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ്, ഇവരെല്ലാം മൺമറയും, അവരുടെ ആ ഓർമ്മകളെല്ലാം പോവും. പക്ഷെ ഭഗവാൻ എറ്റേണലി ഫേമസ് ആണ്. ഭഗവാന്റെ നോളജ്, എല്ലാറ്റിനെയും പറ്റി നോളജ് ഉണ്ട്, നമുക്കും നോളജ് ഉണ്ട് ഇൻ മൈന്യൂട്ട്. ഇതാണ് ഭഗവാന്റെ ആ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒപ്പം എത്താൻ പറ്റില്ല. വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയിലെ ക്വാണ്ടിറ്റി നമുക്കുണ്ട്. Never equal to the Lord in quantity of power. While exploiting the gross and subtle inferior energy matter, the superior energy, the living entity, forgets his real spiritual mind and intelligence. അപ്പൊ അങ്ങനെ നമ്മളെ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മറക്കും? ദ സുപ്പീരിയർ എനർജി, ദ ലിവിങ് എനർജി ഫോർഗെറ്റ്സ് ഹിസ് റിയൽ സ്പിരിച്വൽ മൈൻഡ് ആൻഡ്. ശരിക്കും നമ്മുടെ ആത്മീയ തലത്തിലുള്ള ആ മനസ്സും ബുദ്ധിയും നമ്മൾ നഷ്ടപ്പെടും. ദിസ് ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മാറ്റർ അപ്പോൺ ദ ലിവിങ് എനർജി. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മറവ് സംഭവിക്കുന്നത്? അതായത് ഈ പ്രകൃതിയുടെ ഇൻഫ്ലുവൻസ് അത് നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കുന്നു ഞാനും ഈ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണയില് നമ്മുടെ സച്ചിദാനമായിട്ടുള്ള ആ ഒരു സ്വരൂപമുള്ള ഭഗവാന്റെ എറ്റേണൽ അല്ലെങ്കിൽ നിത്യസേവകനാണ് എന്നുള്ളത് നമ്മൾ മറക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭൗതിക പ്രകൃതിയുടെ അധീനത്തിൽ വരികയാണ് ചെയ്യുന്നത്. ദിസ് ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മാറ്റർ അപ്പോൺ ദ ലിവിങ് എനർജി. ബട്ട് വെൻ ദ ലിവിങ് എനർജി ബിക്കംസ് ഫ്രീ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇല്യൂഷറി മെറ്റീരിയൽ എനർജി, ഹി അറ്റൈൻസ് എ സ്റ്റേജ് കോൾഡ് മുക്തി ഓർ ലിബറേഷൻ. അപ്പോൾ അതിൻ്റെ അധീനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ, മെറ്റീരിയൽ എനർജിയുടെ അധീനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, അപ്പോൾ ആ ലിവിങ് എനർജി, ആ ജീവാത്മാവിന് നമ്മുടെ തനിയായിട്ടുള്ള സ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മുക്തി, ജീവൻ മുക്തി. ദ ഫോൾസ് ഈഗോ ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മെറ്റീരിയൽ ഇല്യൂഷൻ തിങ്സ് ഐ ആം മാറ്റർ ആൻഡ് മെറ്റീരിയൽ അക്വിസിഷൻസ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ള മിഥ്യ അഹങ്കാരം കൊണ്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഞാൻ ഈ ശരീരമാകുന്നു, എൻ്റെതെല്ലാം എൻ്റെ കുടുംബമാണ്, എൻ്റെ കൂട്ടുകാരന്മാരാണ്, എൻ്റെ രാജ്യമാണ്, എൻ്റെ ഭൂമിയാണ്, എൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഐ, മീ ആൻഡ് മൈൻ എന്നുള്ള ആ ഒരു റിലേഷനാണ് നമ്മൾ എപ്പോഴും. അതുകൊണ്ട് ആത്മാവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ നമ്മൾ മറന്ന് ഈ ഭൗതിക പ്രകൃതിയുടെ അധീനത്തിന് നമ്മൾ ജീവിക്കുന്നു. His actual position is realized
when he is liberated from all material ideas, including the conception of his becoming one in all respects with God. Therefore, one may conclude that the Gita confirms the living entity to be only one of the multi-energies of Krishna. And when this energy is freed from material contamination, it becomes fully Krishna conscious or liberated. അപ്പൊ അതുകൊണ്ട് ഗീത ഇത് കൺഫേം ചെയ്യാണ്. എന്താണ്? ദ ലിവിങ് എനർജി ടു ബി ഓൺലി വൺ ഓഫ് ദ മൾട്ടി എനർജീസ്. ഭഗവാന് മൾട്ടിഫേരിയസ് എനർജീസ് ഉണ്ട്. അതിൽ പ്രൈമറി എനർജി ഏതാണ്? ഇന്റേണൽ, എക്സ്റ്റേണൽ ആൻഡ് മാർജിനൽ. അപ്പോൾ ആ മാർജിനൽ എനർജിയിലെ ഒരു ചെറിയ ഒരു അണുവാണ് നമ്മളെല്ലാവരും. വെരി വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് അല്ലേ? നമ്മൾ ഓരോരുത്തരും ആക്ച്വലി നമുക്ക് അസ്തിത്വം ഇല്ല. ഒരു ഗോഡൻ മുഴുവനെ കടുക് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. വലിയൊരു ഗോഡം, ഏക്കർ കണക്കിൽ വലിയ ഗോഡം, അതിന് മുഴുവന് കടുകുമണികളാണ്. അതിലൊരു കടുകുമണിയാണ് നമ്മുടെ എന്താണ് അസ്തിത്വം? അനന്തശേഷനെ പറ്റിയിട്ട് വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തില്. അതായത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഗർഭോസ വിഷ്ണുവിന്റെ, ശ്വേസ വിഷ്ണുവിന്റെ സൈസ് നമുക്ക് കണക്കാക്കാൻ പറ്റും? ഇല്ല, കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ അനന്തശേഷന്റെ സൈസ് നമുക്ക്, ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവരാണ്. ഈ യൂണിവേഴ്സിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 400 ബില്യൺ യോജനാസ് ആണ്. എത്രയാണ്? 400 ബില്യൺ യോജന. ഒരു യോജന പറഞ്ഞാൽ 8 മൈൽസ് വേദിക് കണക്ക് പ്രകാരം. 400 ബില്യൺ യോജനാസ്. അതായത് പറയുന്നത് ശതകോടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. ശതകോടി 1000 ബില്യൺ, ദാറ്റ് ഈസ് 1 ബില്യൺ. അങ്ങനെ യോജനാസ് എന്ന് പറഞ്ഞാൽ 8. ഒരു യോജന പറഞ്ഞാൽ 8 മൈല്. അപ്പൊ എങ്ങനെ കണക്ക് വരുന്നത്? ഞാൻ വായിച്ചത് തെറ്റല്ല, അതെ, 400 ബില്യൺ ഇതാണ്. 400 ബില്യൺ കിലോമീറ്റർ ആയിരിക്കും, യോജനാസ് ആയിരിക്കില്ല. യോജന ശതകോടിയാണ് പറഞ്ഞിരിക്കുന്നത്. ശതകോടി യോജന ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യൂണിവേഴ്സിന്റെ ആ യൂണിവേഴ്സ് എന്തായാലും ഇറ്റ്സ് വെരി വാസ്റ്റ്. നമുക്ക് അൺഫാത്തമബിൾ, ഇൻകൺസീവബിൾ ആണ്. സോ വാസ്റ്റ് ദിസ് യൂണിവേഴ്സ്. ആ യൂണിവേഴ്സ് നമ്മളുടെ അനന്തശേഷന്റെ 1000 കണക്കിലുള്ള ഫണങ്ങളുണ്ട്, ഫുഡ്സ് ഉണ്ട്. അതിലെ ഒരു കടുക് മണി പോലെ കാണിക്കുള്ളൂ. ഇത്രയും വലിയ യൂണിവേഴ്സിന്റെ ആ സൈസ് കാണിച്ചു തരാണ്. അനന്തശേഷന്റെ 1000 ഫണങ്ങൾ അല്ലെങ്കിൽ ഫുഡ്സ് ഉണ്ട്, തലകളുണ്ട്. ആ തലയില് ഒരു ചെറിയ കടുകമണിയുടെ സൈസ് ആയിട്ടാണ് ഇത്രയും വലിയ യൂണിവേഴ്സ് കാണുന്നുള്ളത്. ആലോചിക്കൂ. അപ്പൊ ആ യൂണിവേഴ്സിന്റെ, ഇത്രയും വലിയ യൂണിവേഴ്സിന്റെ ആ അസ്തിത്വം വളരെ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ അനന്തശേഷനിലാണ് ആര് ശയിക്കുന്നത്? വിഷ്ണു ശയിക്കുന്നത്. അപ്പൊ വിഷ്ണുവിന്റെ എന്തായിരിക്കും? അത് തല മാത്രം വയ്ക്കുന്നു. അപ്പൊ ഭഗവാൻ അനന്തശേഷൻ അൺലിമിറ്റഡ് ആണ്. അപ്പോ അതിലും എത്രയോ അൺലിമിറ്റഡ് ആണ് ആ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചിട്ട് ആ അനന്തശേഷൻ ചിലപ്പോ ബെഡാവുന്നു, ചിലപ്പോ പില്ലാവുന്നു, ചിലപ്പോ ധാമാവുന്നു, ചിലപ്പോ പാരഫെനറി ആവുന്നു. ഇതെല്ലാം ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഏത് രൂപത്തിനും ഏത് ഭാവത്തിനും അനന്തശേഷം വരുന്നു. അപ്പോ അതുകൊണ്ടാണ് ബലറാമിനെ സേവക് ഭഗവാൻ എന്ന് പറയുന്നത്. സേവക്, വൺ ഹു റെൻഡർ സർവീസ് ഈസ് സേവക് ഭഗവാൻ. വൺ ഹു റിസീവ് സർവീസ് ഇസ് കോൾഡ് സേവ്യ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ സേവ്യ ഭഗവാനാണ്.
ബൽറാം സേവക് ഭഗവാൻ, സേവനം ചെയ്യുന്നു. രണ്ടുപേരും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡാണ്. രണ്ടുപേരും സുപ്രീം. ഒന്ന് സേവ്യ ഭഗവാൻ, ഒന്ന് സേവക്. ഒന്ന് റിസീവ് ചെയ്യുന്നു സേവ, മറ്റേ ആള് സേവനം ചെയ്യുന്നു. എന്താണ് പറയുന്നത്? So Gita confirms the living entity to be only one of the multi-energies of Krishna. And when this energy is freed from material contamination, it becomes fully Krishna conscious or liberated. അപ്പൊ ഈ മെറ്റീരിയൽ കണ്ടാമിനേഷൻ നമ്മുടെ എന്ന് പുറത്തു വരുന്നു, അന്ന് നമ്മൾ ലിബറേറ്റഡ്, മുക്താവസ്ഥയിലേക്ക് വരും, കൃഷ്ണ കോൺഷ്യസ് ആവും എന്നാണ് പറയുന്നത്. ഇതാണ് ടെക്സ്റ്റ് ഫയൽ. എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടതിൽ? അപ്പൊ എനിക്ക് മനസ്സിലായി, ഓർമ്മ വന്നു. പഞ്ചശതകോടി എന്നാണ് കേട്ടോ ശ്ലോകം. അതായത് അപ്പൊ 5,000 million, 5 billion into 8. അപ്പോ എത്രയായി? 5 billion into 8 ആയിട്ട് 40. അപ്പൊ 40 ബില്യൺ ഇതാണ് മൈൽസ് ആണ് ഈ നമ്മുടെ യൂണിവേഴ്സിന്റെ വലിപ്പം. 40 ബില്യൺ ലെങ്ത്, 40 ബില്യൺ ബ്രെഡ്ത്ത്. 500 കോടി. ഒരു കോടി പറഞ്ഞാൽ എത്രയാണ്? 10 million. അപ്പൊ 500, 500 പറഞ്ഞാൽ 500, ശത പറഞ്ഞ 100 അല്ലേ? കോടി പറഞ്ഞാൽ, ഒരു കോടി പറഞ്ഞാൽ 10 million ആണ്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 40 ബില്യൺ മൈൽസ് ആണ്. 8 എന്താണ്? ഒരു യോജന പറഞ്ഞത് യോജന കണക്കിലാണ്. ഒരു യോജന പറഞ്ഞ 8. ഓക്കെ. മാതാജി എന്താ പറഞ്ഞേ? സിനി മാതാജിയോ ശ്രീദേവി മാതാജി എന്ത് ചോദ്യം ചോദിച്ചല്ലോ? ഇല്ല. ഇല്ല പ്രഭുജി. ടെക്സ്റ്റ് 6. യോനീനി ഭൂതാനി സർവാണീതി ഉപധാരയാം അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തഥാ. ഏതദ് യോനീനി ഭൂതാനി സർവാണീതി ഉപധാരയാം അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തഥാ. സിനി മാതാജി. കേൾക്കുന്നില്ല. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തദാ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതദ് യോനിനി ഭൂതാനി സർവാണിത്യ ഉപാദരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തദാ. ഹരേ കൃഷ്ണ. രജനി മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതദ്യോനീതി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥാ. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി and കൃഷ്ണപ്രിയ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതദ്യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഏതദ്യോനീനി ഭൂതാനി സർവവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തദാ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓക്കെ. വിനോദിനി മാതാജി. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതാ പ്രഭവ പ്രളയസ്തദാ. വിവർത്തനം. സൃഷ്ടിയിലെ എല്ലാറ്റിനും ഉറവിടം ഈ രണ്ട് ശക്തികളാണ്. ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയെന്ന് നിശ്ചയമായും അറിയുക. ഹരേ കൃഷ്ണ പ്രഭു.
Haribol. All created beings have their source in these two natures of all that is material and all that is spiritual in the world. Know for certain that I am both the origin and the dissolution. By എല്ലാ ക്രിയേറ്റഡ് ബീയിങ്സും എല്ലാ ജീവാത്മാക്കളും അവരുടെ സോഴ്സ് ഈ രണ്ട് നേച്ചറിലാണ്. എന്താണ്? സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എല്ലാ ക്രിയേറ്റഡ് ബീയിങ്സും ഈ രണ്ട് നേച്ചറിലാണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ രണ്ട് നേച്ചറിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ? ഒന്ന് ജീവാത്മാവ് സ്പിരിച്വൽ നേച്ചർ, ഒന്ന് ശരീരം മെറ്റീരിയൽ നേച്ചർ. അല്ലേ? all created beings have their source in these two natures, spiritual and material. All that is material and all that is spiritual in the world. Know for certain that I am both the origin and the dissolution. അപ്പൊ എല്ലാ ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലുള്ള എല്ലാം മനസ്സിലാക്കുക. ഞാനാണ് ഇതിന്റെ ഉദ്ഭവസ്ഥാനം, ഒറിജിൻ, ആൻഡ് ദ ഡിസൊല്യൂഷൻ. അതിനെ നശിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പൊ എന്താണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനാണ് അതിന്റെ ഉത്തരവാദി. എവറിഥിങ് ദാറ്റ് എക്സിസ്റ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാറ്റർ ആൻഡ് സ്പിരിറ്റ്. മെറ്റീരിയൽ വേൾഡ് കേട്ടോ, ഭൗതിക ലോകത്തിലത്തെ കാര്യം പറയുന്നത്. എവറിഥിങ് ദാറ്റ് എക്സിസ്റ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്പിരിറ്റ്. ആധ്യാത്മിക ലോകത്തിന് മാറ്റർ ഇല്ല, നോ മാറ്റർ, എവറിഥിങ് ഇസ് സ്പിരിറ്റ്. അതുകൊണ്ട് അവിടെ നാശമില്ല, ഡിസൊല്യൂഷൻ ഇല്ല, അത് എറ്റേണലാണ്. ഇവിടെ നാശം, ഡിസൊല്യൂഷൻ നടക്കാൻ കാരണം മാറ്റർ ഉണ്ടായതുകൊണ്ടാണ്. മാറ്റർ ഈസ് ദർ. ദാറ്റ്സ് വൈ ദർ ഇസ് എ ഡിസ്ട്രക്ഷൻ ഓഫ് മാറ്റർ, നോട്ട് ഓഫ് സ്പിരിറ്റ്. സ്പിരിറ്റ് ഈസ് ദ ബേസിക് ഫീൽഡ് ഓഫ് ക്രിയേഷൻ. സ്പിരിറ്റ് ഇല്ലാണ്ട് ഒരു ഫങ്ഷൻ നടക്കില്ല. ഒരു മൂവ്മെന്റ് വേണമെങ്കിൽ, ഒരു ഇംപെറ്റസ് വേണമെങ്കിൽ സ്പിരിറ്റ് ഷുഡ് ബി ദർ. നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് ഉണ്ടാവുന്നതാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ആത്മാവ് പോയി കഴിഞ്ഞാൽ എന്തായി? ഡൾ മാറ്ററായി. ആത്മാവാണ് അതിന്റെ ഒരു ഇംപെറ്റസ്, അതിൻ്റെ ഒരു കോൺഷ്യസ്നെസ്. അതിന്റെ ഒരു സിംറ്റമാണ് നമ്മുടെ കൈകാലുകളൊക്കെ മൂവ് ചെയ്യുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത് പ്രവർത്തിക്കുന്നു. ബിക്കോസ് ദർ ഇസ് എ ലിവിങ് ഫോഴ്സ് ഇൻസൈഡ്. ആ ലിവിങ് ഫോഴ്സ് വിട്ടുപോയാൽ ഇറ്റ് ഈസ് ജഡമായി. ഭൂമി രാപ്പോ അനലോ വായു ഖം, അല്ലേ? അത് ജഡമായി. അപ്പോൾ സ്പിരിറ്റ് ഈസ് എ ബേസിക് ഫീൽഡ് ഓഫ് ക്രിയേഷൻ ആൻഡ് മാറ്റർ ഈസ് ക്രിയേറ്റഡ് ബൈ സ്പിരിറ്റ്. സ്പിരിറ്റ് ആണ് മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പിരിറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് അറ്റ് എ സർട്ടൻ സ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ഡെവലപ്മെന്റ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ, മോഡേൺ സയന്റിസ്റ്റ് പറയുന്ന പോലെ, വിചാരിക്കുന്ന പോലെ അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജിൽ സ്പിരിറ്റ് ഉണ്ടാക്കുന്നല്ല. സ്പിരിറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ്, സൃഷ്ടിക്കപ്പെടുന്നല്ല at a certain stage of material development. Rather, this material world is manifested only on the basis of spiritual energy. This material body is developed because spirit is present within matter. A child grows gradually to boyhood and then to manhood because that superior energy, spirit, soul is present. അപ്പോൾ നമുക്ക് ഉള്ള വളർച്ച, ഈ ഗ്രോത്ത്, ഈ ഡെവലപ്മെന്റ് ഒക്കെ കാരണം എന്താണ്? Because there is a spirit present within the matter. അതാണ് ഈ വളർച്ച. അതാണ് ചൈൽഡ്, അതായത് ഇൻഫൻസീസ്, ബോയ്ഹുഡ്, ഓക്കെ, ആൻഡ് ദെൻ ടു യൂത്ത്, ടു ഓൾഡ് ഏജ് ആൻഡ് ടു ഒബ്ലിവിയൻ. അങ്ങനെ. സോ ബോയ്ഹുഡ് ടു മാൻഹുഡ് because that superior energy, spirit, soul is present. Similarly, the entire cosmic manifestation of this gigantic universe is developed because of the presence of the super soul, Vishnu. Okay. The gigantic universe is developed because of the presence of the super soul, Vishnu. നമ്മൾ കാണുന്ന ഈ വലിയത് എന്തുകൊണ്ടാണ്? വിഷ്ണു എൻറ്റേഴ്സ് ഇൻ ടു ഇറ്റ്. ഗർഭോദസായ വിഷ്ണു എൻറ്റേഴ്സ് ഇൻ. രണ്ട് തരത്തിലുള്ള വിശ്വരൂപമുണ്ട്. ആരൊക്കെയാണ്? അർജുനന് കാണിച്ചു കൊടുത്തത് ടെമ്പററി ഉണ്ട്,
പെർമനന്റ് ആയിട്ടുള്ളതുണ്ട്. അർജുന് കാണിച്ചു കൊടുത്തത് എന്താണ്? വിരാട് രൂപം ഇസ് എ ടെമ്പററി. പക്ഷെ ശരിക്കുള്ള ആ ഒരു യൂണിവേഴ്സൽ ഫോം 3 വിഷ്ണുസ്. അവിടുന്നാണ് ഇതെല്ലാം ക്രിയേഷൻ കംപ്ലീറ്റ് വരുന്നത്. മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് വരുന്നത് വിഷ്ണു എന്നാണ്. സോ ദാറ്റ് ഈസ് സ്പിരിച്വൽ ആൻഡ് ദിസ് ഇസ് മെറ്റീരിയൽ. അർജുന് കാണിച്ചു കൊടുത്ത വിരാട് രൂപം ഇറ്റ് ഈസ് മെറ്റീരിയൽ, ഇറ്റ് ഈസ് ടെമ്പററി. അത് ഭഗവാന്റെ ആ ഒരു വാട്ട് യു കോൾ ഗ്ലോറീസിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കുള്ള വിരാട് രൂപം, ശരിക്കുള്ള യൂണിവേഴ്സൽ ഫോം ദാറ്റ് ഈസ് സ്പിരിച്വൽ. അതാണ് മഹാവിഷ്ണു, ഗർഭസ വിഷ്ണു, ക്ഷീരസ വിഷ്ണു. ഇതൊക്കെ ശരിക്കുള്ള യൂണിവേഴ്സൽ. അവിടെ നിന്നാണ് ഈ ആക്ച്വൽ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ദർ ഈസ് സ്പിരിറ്റ് ആൻഡ് മാറ്റർ വിച്ച് കമ്പൈൻ to manifest the gigantic universal form are originally two energies of the Lord, and consequently the Lord is the original cause of everything. Fragmental part and parcel of the Lord, namely the living entity, may be the cause of a big skyscraper, a big factory, or even a big city, but it cannot be the cause of a big universe. Okay? അതായത് ഭഗവാന്റെ ആ ചെറിയ അംശമായിട്ടുള്ള ഒരു ജീവാത്മ വലിയൊരു സ്കൈസ്ക്രാപ്പർ ഉണ്ടാക്കാം, ഓക്കെ, വലിയൊരു സിറ്റി ഉണ്ടാക്കാം. പക്ഷെ he cannot create an universe. That's not possible. His potency is limited. ഭഗവാന്റെ പൊട്ടൻസി അൺലിമിറ്റഡ് ആണ്. So Bhagavan is the supreme potent, we are the sub-potent. We are not the supreme potent. അപ്പൊ നമുക്കും പൊട്ടൻസി ഉണ്ട്, ബട്ട് ഇറ്റ്സ് വെരി മൈന്യൂട്ട്. ഭഗവാൻ സുപ്രീം പൊട്ടന്റ് ആവുകൊണ്ട് ഭഗവാന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്ക് വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വലുതായിട്ട് വലിയൊരു സിറ്റി ഉണ്ടാക്കി, നമ്മൾ വലിയ സാറ്റലൈറ്റ് ഉണ്ടാക്കി, അത് വിക്ഷേപിച്ചു, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ ആൾക്കാർ വിചാരിക്കുന്നു ദിസ് ഇസ് റിയലി ഗ്രേറ്റ്. പക്ഷെ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് അവർ മനസ്സിലാക്കുന്നില്ല. ഭഗവാന്റെ ഗ്രേറ്റ്നെസ്സില് ഈ നമ്മുടെ ഈ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങള്, ചെറിയ ചെറിയ വടിക്കോൾ ഇൻവെൻഷൻസ്, ഇറ്റ് ഈസ് അട്ടേർലി നെഗ്ലിജന്റ്, ഇൻസിഗ്നിഫിക്കൻറ്റ്. ഭഗവാൻ യൂണിവേഴ്സസ് ആണ് ഉണ്ടാക്കുന്നത്. അതും എപ്പോഴെങ്കിലും ഒരു യൂണിവേഴ്സ് മറ്റു യൂണിവേഴ്സിനെ കൊളൈഡ് ചെയ്തിട്ട് ആക്സിഡന്റ് പറ്റി നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോ ഒരു മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മതി, നമ്മളിവിടെ ഭസ്മാവും. നമ്മളുടെ എർത്തിന്റെ ആ ഓർബിറ്റിൽ നിന്ന് 1 മില്ലിമീറ്ററോ 1 സെന്റിമീറ്ററോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മൾ ചൂട് കൊണ്ടോ തണുപ്പ് കൊണ്ടോ കംപ്ലീറ്റ് നശിക്കും. അത്രയും പ്രിസൈസ് എഞ്ചിനീയറിംഗിലാണ് ഭഗവാന്റെ ആ ഒരു സൃഷ്ടി. അതേ ഇതിലേ പോകുന്നുള്ളൂ. ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടായാൽ അവിടെ എർത്ത് എല്ലാം നശിച്ചു. നമ്മൾ എത്ര കേൾക്കുന്നുണ്ട് അങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ തന്നെ കാരണം കൊണ്ടാണ്. നമ്മൾ അതിനെ ചൂഷണം ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അത് കാരണം, അല്ലാണ്ട് ഭഗവാന്റെ തെറ്റല്ലാതെ ദാറ്റ് നമ്മളുടെ വിവരമില്ലായ്മ കൊണ്ടാണ് നാച്ചുറൽ കലാമിറ്റീസ് വരുന്നത്. ഭഗവാന്റെ കോപമാണ്. ഡെമി ഗോഡ്സ് ആർ പണിഷിങ് അസ്. അല്ലെങ്കിൽ ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിന് ചെന്ന് ഇടിച്ചു, ആക്സിഡന്റ് ആയി, ഇത്ര പേര് മരിച്ചു. നമ്മൾ ഡെയിലി ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ്, എയർ ആക്സിഡന്റ്, അതേപോലെ സമുദ്രത്തില് ഉള്ള ഇതിലെ ആക്സിഡന്റ്, എന്തെല്ലാം ആക്സിഡന്റ്. പക്ഷെ ഇവിടെ എപ്പോഴും കേൾക്കുന്നുള്ളൂ? ഇല്ല. കാരണം അത്രയും പ്രിസൈസ് എഞ്ചിനീയറിംഗ് ആണ് ഭഗവാന്റെ. ഇത്ര വലിയ വലിയ യൂണിവേഴ്സസ് ഉണ്ടാക്കുന്നു. നമ്മൾ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ തന്നെ വലിയ കാര്യമായി, ഗിന്നസ് ബുക്കിൽ പേര് വന്നു. ഭഗവാൻ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഭഗവാൻ നമ്മൾ ആരും ഓർക്കുന്നില്ല. So therefore, he is the original cause of all causes. This is confirmed in the Kathopanishad. Nityo Nityanam Chedanas Chedananam. Nityo Nityanam. Of all eternal, he is the supreme. Of all conscious being, he is the most conscious, super conscious. Nityo Nityanam Chedanas Chedananam. So Bhagwan, എല്ലാ കോൺഷ്യസ് ബീയിങ്ങിനും is the supreme conscious being.
Of all eternal beings, he is the most eternal being. Excellent. Matha paradaram nanyat kinchidasti dhananjaya mayi sarvamidam protam sutre mani gana iva. Matha paritaram nanyat kinchidasti dhananjaya mayi sarvamidam protam sutre mani gana iva. Okay, Sridevi Mataji. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹരേ കൃഷ്ണ. Vinodri Mataji. ഹരേ കൃഷ്ണ. മത്താ പരപരം ജ്ഞാനാത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹരേ കൃഷ്ണ. Very good. Sini Mataji. മത്ത പരതരം നാന്യാത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. Rajani Mataji. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. ഹരേ കൃഷ്ണ. Savitri Mataji and Krishnapriya Mataji. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഓക്കെ, ഭഗവാന്റെ ആ ഒരു സുപ്രീമസി ഇവിടെ കാണിച്ചു തരാണ്. അത് എല്ലാം ഭഗവാനാണ്. ഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല. ഓ കോൺകറർ ഓഫ് വെൽത്ത്, ദർ ഈസ് നോ ട്രൂത്ത് സുപ്പീരിയർ ടു മീ. വേറൊരു സത്യം എന്നിൽ ഉപരിയായിട്ട് ഒരു സത്യമില്ല. ഞാനാണ് പരമസത്യം. എന്താണ് പറയുന്നത്? എവറിഥിങ് റെസ്റ്റ് അപ്പോൺ മീ. എല്ലാവരും എന്നെ ആശ്രയിക്കുന്നു. എല്ലാവരും എന്നെ ആശ്രയിക്കുന്നു. എങ്ങനെ? പേൾസ് ആർ സ്ട്രങ് ഓൺ എ ത്രെഡ്. നമ്മുടെ നെക്ലസ് ഉള്ള ഒരു പേൾ നെക്ലസില് ആ പേൾസ് എല്ലാം, ആ മുത്തെല്ലാം ഒരു നൂലിൽ കോർത്തിണക്കിയ പോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാനില് കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ, എന്താ സംഭവിക്കുക? ആ നെക്ലസിന് ചിഹ്നിച്ചിത്രം അല്ലേ? അപ്പൊ അതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? അതിന്റെ അസ്തിത്വം എന്താണ്? ഭഗവാൻ. അപ്പൊ ആ ഭഗവാൻ ഒരു നൂലിനെ പോലെ എല്ലാവരെയും കോർത്തിണക്കി വെക്കുന്നു. അപ്പൊ ഭഗവാൻ ഇല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. ആ ഒരു സത്യമാണ് ഏറ്റവും പരമമായിട്ടുള്ള സത്യം. സൂത്രേ മണി ഗണായിവ അല്ലെ? എന്താണ് പറയുന്നത്? സൂത്ര എന്ന് പറഞ്ഞാൽ നൂല്, ത്രെഡ്. ആ ത്രെഡില് എങ്ങനെ മുത്തുകളെ കോർത്തിണക്കി വെച്ചിരിക്കുന്നു, അതേപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഞാനാണ്. ഇതിന്റെ ആ ഫൗണ്ടേഷൻ, ബേസിസ് ഞാനാണ്. ഞാനില്ലാണ്ട് ഒന്നുമില്ല, ഞാനാണ് പരമസത്യം എന്ന് ഇവിടെ ഭഗവാൻ സ്വയം ഡിക്ലെയർ ചെയ്യാണ്, ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. So there is a common controversy over whether the supreme absolute truth is personal or impersonal. As far as Bhagavad Gita is concerned, the absolute truth is the personality of God, Sri Krishna, and this is confirmed in every step. In this verse in particular, it is stressed that the absolute truth is a person, that the personality of Godhead is supreme absolute truth, is also the affirmation of the Brahma Samhita, Ishvara Parama Krishna Satchidananda Vigraha. That is, the supreme absolute truth, personality of Godhead, is Lord Krishna, who is the primeval Lord, the reservoir of all pleasure, Govinda, and the eternal form of complete bliss and knowledge. അപ്പോൾ സാധാരണ ഒരു തർക്ക വിഷയമാണ്, ഭഗവാൻ വ്യക്തിയാണോ ശക്തിയാണോ? ഒരു തർക്ക വിഷയമാണ്. വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നമ്മുടെ സനാതന ധർമ്മത്തിൽ കേൾക്കുന്നുണ്ട്. ഭഗവാൻ വ്യക്തിയാണോ ശക്തിയാണോ? ഭഗവാൻ വ്യക്തിയുമാണ്, ശക്തിയുമാണ്.
വ്യക്തി ഇല്ലാതെ ശക്തിയില്ല. അപ്പൊ വ്യക്തിയാണ് ദ മെയിൻ, ശക്തി സെക്കൻഡറി ആണ്. ശക്തി ഓൾ ഇൻ ഓൾ അല്ല. വ്യക്തി, പേഴ്സൺ ഈസ് ദ മെയിൻ. ആ പേഴ്സണിന്റെ ശക്തിയാണ് ആ എനർജി ആയിട്ട് സെക്കൻഡറി ആയിട്ട് വരുന്നത്. ഈ ശ്ലോകത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഞാനല്ലാതെ ഒരു പരമസത്യമില്ല എന്ന് ആര് പറയുന്നു? ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ഘോഷിക്കുന്നു അർജുനനോട്. ഒരു ശക്തി വെറുതെ ഇങ്ങോട്ട് പറയല്ല, എവിടുന്നോ ഒരു അശരീരി കേൾക്കല്ല. സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയാണ്, ഞാനാണ് പരമസത്യം. പിന്നെ അതിനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറയണ ഈ വീടിന്റെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിനെ തെറ്റായിട്ട് ഞാനല്ല, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ്, അതാണ് എന്ന് പറയുന്നത്. അങ്ങനെ ദുർവ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. കൃഷ്ണൻ പറയുന്നു, ഞാനാ പറഞ്ഞ, വി ഹാവ് ടു ടേക്ക് ഹിം ലിറ്ററലി. ഹി ഈസ് ദ ഓണർ, ഹി ഈസ് ദ പ്രൊപ്പറേറ്റർ, ഹി ഈസ് ദ കൺട്രോളർ, ഹി ഈസ് ദ മാസ്റ്റർ. അപ്പൊ ഇത്രയും സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടും വീണ്ടും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഓരോ ശ്ലോകങ്ങളിലും, ഭഗവത്ഗീതയിലും ശരി, ഭാഗവതയിലും ശരി, മറ്റേ ഏത് ഗ്രന്ഥം എടുത്താലും ശരി, ശാസ്ത്ര ഗ്രന്ഥം എടുത്താലും ശരി, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഭഗവാൻ അതന്നെ പറയുന്നത്. അതാണ് ഇവിടെ പ്രഭാത ബ്രഹ്മസംഹിത കോട്ടിന്ന് ഈശ്വര പരമ കൃഷ്ണ. ഈശ്വര പരമ ശക്തി എന്ന് പറഞ്ഞിട്ടില്ല, ഈശ്വര പരമ വിഷ്ണു എന്ന് പറഞ്ഞിട്ടില്ല, ഈശ്വര പരമ ഗണപതി എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് ദ ഫസ്റ്റ് ക്രിയേറ്റഡ് ബീയിങ് ഇൻ ദിസ് യൂണിവേഴ്സ്, സെക്കൻഡറി ക്രിയേറ്റഡ്, വിസർഗം ചെയ്യുന്ന ആ പൊസിഷനിലുള്ള ആട് പറയാണ് ഭഗവാനെ പറ്റിയിട്ട്. ആ പരമസത്യമാണ് ഈശ്വര പരമ കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ വേറൊരു വാക്കും വെച്ചില്ല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? നമ്മൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കണം, വേണ്ട. കൃഷ്ണ പറഞ്ഞ ഈസ് എ പേഴ്സൺ, he is the name of that supreme lord. കാരണം he's all attractive. ആ കൃഷ്ണ ഇതി കൃഷ്ണ, എല്ലാവരെയും അട്രാക്ട് ചെയ്യിക്കുന്നതുകൊണ്ട് ഭഗവാന് കൃഷ്ണ എന്നുള്ള പേര് വന്നു. ബ്രഹ്മാവും അതാ പറയുന്നത്, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, ദാറ്റ് is supreme absolute truth personality of Godhead is Lord Krishna, who is the primary Lord, the reservoir of all pleasure, Govinda, and the eternal form of complete bliss and knowledge. Ishvara Parama Krishna Sachidananda Vigraha Anadiradir Govinda Sarva Karana Karana. എല്ലാ കാരണത്തിനും കാരണം. These authorities leave no doubt that the absolute truth is the supreme person, the cause of all causes. The impersonalist, however, argues on the strength of the Vedic version given in the Svedasvatara Upanishad. ഈ ഒരു വേഴ്സ് കൊണ്ടാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. തതോയത് ഉത്തരതരം തദാരൂപം അനാമയം. ആരൂപം ഒരു വാക്കുണ്ടോ? അവരിതിൽ പിടിക്കും. ആരൂപം, രൂപമില്ല. യ ഏതദ് വിദുർ അമൃതാസ്തേ ഭവന്തി അഥേഥരേ ദുഃഖം ഏവാപി യന്തി. In the material world, Brahma, the primeval living entity within the universe, is understood to be the supreme amongst the demigods, human beings, and lower animals. But beyond Brahma, there is the transcendence who has no material form and is free from all material contaminations. എന്താണ് ഇവിടെ ആരൂപം എന്നുള്ള ഇതിൻ്റെ എന്താണ്? അതായത് ഭൗതികമായിട്ടുള്ള ഒരു ശരീരമില്ല. നമുക്ക് ഭൗതികമായിട്ടുള്ള ശരീരമുണ്ട്. ഭഗവാൻ അങ്ങനത്തെ ഒരു ഭൗതിക ശരീരത്തിന്റെ ഉടമയല്ല. ഹീസ് ഹാവിങ് ട്രാൻസെൻഡന്റൽ ഫോം. അപ്പൊ ഈ ആരൂപം എന്നതിനെ പിടിച്ചിട്ട് പറയും ഭഗവാന് രൂപമില്ല. ഭഗവാനെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? നിർവിശേഷ, വിശേഷങ്ങളില്ലാത്തത്, നിർഗുണമായിട്ടുള്ളത്, രൂപമില്ലാതെ. ഇതെന്താണ്? ഒന്നും മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഇല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഗുണങ്ങളില്ല, മെറ്റീരിയൽ ആയിട്ടുള്ള ബോഡി ഇല്ല, എല്ലാം ട്രാൻസെൻഡന്റൽ ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ആരൂപ. അപ്പൊ ഇതാണ് അവർ പറയുന്നത്. ഭഗവാൻ എന്താണ് പറയുന്നുണ്ട്? ഇതിലെ ശ്വേതാസതര ഉപനിഷത്ത് പറയുന്നത് തതോ യത് ഉത്തരതരം തദാരൂപം അനാമയം. അപ്പൊ അതിന്റെ അർത്ഥം
മെറ്റീരിയൽ ഫോം ഇല്ല എന്നാണ്. അതാണ് ഭഗവാന് സ്പിരിച്വൽ ഫോം ഇല്ല എന്നല്ല. സോ ബട്ട് ബിയോണ്ട് ബ്രഹ്മ ദർ ഇസ് എ ട്രാൻസെൻഡൻസ് ഹു ഹാസ് നോ മെറ്റീരിയൽ ഫോം. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ടോ, ബിയോണ്ട് ബ്രഹ്മ who has no material form and is free from all material contamination. Anyone who can know him also becomes transcendental, but those who do not know him suffer the miseries of the material world. Janma karma cha me divyam evam yo veti tattvadah tyaktva punarjanma naitmam eti solvu. ഭഗവാന്റെ അപ്പിയറൻസും ഭഗവാന്റെ ആക്ടിവിറ്റീസും അറിയുന്നവരെ ഒരിക്കലും ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു വരില്ല. ദ ഇംപേഴ്സണൽസ് പുട്സ് മോർ സ്ട്രെസ് ഓൺ ദ വേർഡ് ആരൂപം. ഞാൻ പറഞ്ഞ പോലെ ആരൂപം. But this arupam is not impersonal. It indicates the transcendental form of eternity, bliss, and knowledge, as described in the Brahma Samhita quoted above. Other verses in the Vedasudara Upanishad substantiate this as well. അതേ ഉപനിഷത്തില് അതിന് വിപരീതമായിട്ട് അതിനെ ക്ലാരിറ്റിയോട് പറയുന്നുണ്ട്. വേദാഹം ഏതം പുരുഷ മഹാന്തം ആദിത്യവർണം തമസാ പരസ്താത് തമേവ വിദിത്വതി മൃത്യമേതി നാന്യം പാന്ത വിദ്യതേ യനായ യസ്മാത് പരം നാപരം അസ്തി കിഞ്ചിത് യസ്മാൻ മണീയോ ന ജ്യായോസ്തി കിഞ്ചിത് വൃക്ഷ ഇവ സ്തബ്ധോ ദിവി തിഷ്ഠതേകസ് തേനേദം പൂർണ്ണം പുരുഷേണ സർവം എന്നാണ് പറയുന്നത്. ഐ നോ ദാറ്റ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് who is transcendental to all material conception of darkness. അപ്പോൾ ആ ശ്ലോകത്തിന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഇവിടെ പറയാണ് അതേ ഉപനിഷത്തില്. ഐ നോ ദാറ്റ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് who is transcendental to all material conception of darkness. Only he who knows him can transcend the bonds of birth and death. There is no way for liberation other than this knowledge of that supreme person. There is no truth superior to that supreme person because he is the supermost. He is smaller than the smallest. He is the greater than the greatest. He is situated as a silent tree and he illumines the transcendental sky. And as a tree spreads its roots, he spreads its extensive energies. From these verses, one concludes that the supreme absolute truth is the supreme personality of Godhead who is all pervading by his multi energies, both material and spiritual. അപ്പൊ ഇത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതേ ഉപനിഷത്തിൽ നമുക്ക് പറഞ്ഞിരുന്നു എല്ലാം മെറ്റീരിയൽ വേൾഡിൽ നിന്ന് ട്രാൻസെൻഡ് ദ സ്പിരിച്വൽ വേൾഡ് ഈസ് എ പേഴ്സൺ ഹു ഇസ് സൂപ്പർവൈസിങ് or who is maintaining and who is controlling everything in this material world. ഈ ഭൗതിക ലോകത്തിലെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഭഗവാന്റെ 3 ആസ്പെക്ട് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഈസ്. അപ്പൊ ബ്രഹ്മൻ എന്നുള്ള ആ ഒരു ശക്തി ഇമ്പേഴ്സണൽ ആസ്പെക്റ്റും ഉണ്ട്, പരമാത്മാ എന്ന് പറയുന്ന ഓൾ പെർവേഡിങ് ആസ്പെക്റ്റും ഉണ്ട്, പിന്നെ ഭഗവാൻ എന്നുള്ള ഒറിജിനൽ ആ ഒരു ആസ്പെക്റ്റും നമ്മൾ മനസ്സിലാക്കിയാൽ പൂർണ്ണമാകുന്നുണ്ട്. ഒരു ആസ്പെക്ട് മാത്രം നമ്മൾ പിടിച്ചു തൂങ്ങി എന്നാൽ അതിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് 3ഉം ആരാണ് മനസ്സിലാക്കുന്നത്? അവർക്കറിയാം ഭഗവാൻ ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയിലാണ് ഇതെല്ലാ ശക്തികളും നിറഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായിട്ടുള്ള ആജ്ഞാനം എന്താണ്? ഭഗവാൻ. ഭഗവാന്റെ മറ്റു ഫീച്ചേഴ്സാണ് ശക്തിയും പരമാത്മാവും. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 8 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय। गो प्रेम हरि हरि बोल। हरे कृष्णा।